ഇന്ന് നമ്മളെ ചലഞ്ചിൻ്റെ 95ാമത്തെ ദിവസമാണ്. ഇന്ന് നിഫ്റ്റിൻ്റെയും ബാങ്ക് നിഫ്റ്റിൻ്റെയും ഫ്യൂച്ചർ ചാർട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നല്ല രീതിയിലൊരു അപ്സൈഡ് റാലിയാണ് രണ്ട് ഇതിലും നമുക്ക് കിട്ടിയത്. അതിൻ്റെ ശേഷം നേരെ ഒരു വി ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വന്ന് മോർണിംഗ് ഓപ്പണായി അപ്സൈഡ് റാലി ചെയ്ത് ഒരു 10 മണി 10:30 ആയപ്പോൾ നേരെ അതേമാതിരിക്ക് ഡൗൺ സൈഡ് മാർക്കറ്റ് വന്ന് അതേമാതിരിക്ക് പിന്നെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ കണ്ടത്. രണ്ട് ഇൻഡെക്സിലും ഒരേ മാതിരിക്കാണ് കണ്ടത്. സോ നമ്മുടെ ഇന്നത്തെ സിസ്റ്റം പ്രകാരം നമുക്ക് ആകെ ഒരു ട്രേഡാണ് വന്നത്. ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയെന്ന് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മുബോമെട്രിക്സ്. സമയം ഒരു 10:53 ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് എൻട്രിയാണ് നമ്മൾ എടുത്തത്. ഈ ഒരു ലെവലിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഫോളോ വന്ന് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു IDX ഫോം ആയത്. സോ ആ IDX വന്ന് ഇൻഡ്യൂസ്മെൻറ്റ് വന്ന് മാർക്കറ്റ് എടുത്തപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. നമ്മൾ നോർമൽ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കുമ്പോൾ വെക്കണമായിരിക്കുള്ള 20 പോയിൻ്റ് എസ്എല്ലും 100 പോയിൻറ്റ്സ് ടാർഗറ്റും വെച്ചിട്ട് 1:5 നമുക്ക് ഏകദേശം നോക്കാം. ഇതിൽ ഇപ്പോൾ ഈ ഡൗൺ സൈഡ് ഏരിയയിലുള്ള ഒരു ലിക്വിഡിറ്റി ഉണ്ട് മാർക്കറ്റ്. അത് ഗ്രാബ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോസ്റ്റിക്ക് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവും എന്നുള്ളത്. മേ ബി ചിലപ്പോൾ ഒന്ന് അപ്സൈഡ് തന്നെ വീണ്ടും റാലി ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് മോർണിംഗ് തൊട്ട് തന്നെ നല്ല രീതിയിൽ അപ്സൈഡ് പമ്പായി വന്ന മാർക്കറ്റാണ്. അതിൻ്റെ ശേഷം ഒരു ചെറിയൊരു ലിക്വിഡേഷൻ ഫോം ആയപ്പോഴാണ് എടുത്തത്. ഇനി അത് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാനും ചാൻസ് ഉണ്ട്. കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം ഈ ഡൗൺ സൈഡുള്ള ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. കാരണം ഈ ഒരു ലിക്വിഡിറ്റി ഡൗൺ സൈഡുള്ള ലിക്വിഡിറ്റി മാർക്കറ്റിന് എന്തായാലും ഗ്രാബ് ചെയ്യണം. ഏതായാലും നമുക്ക് നോക്കാം ഈ ട്രേഡ് എങ്ങനെ പോകാൻ നോക്കാം നമുക്ക്. നമ്മളെ SL ഒന്ന് കോസ്റ്റിക്ക് ട്രയൽ ചെയ്ത് വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ നമുക്കൊരു നല്ല രീതിയിലൊരു FEG ഫോം ആയിക്കണം നിഫ്റ്റിയിൽ. അപ്പോൾ ആ FEGയിൽ ടാപ്പ് ആയിട്ടാണ് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. സോ ആ നിഫ്റ്റിയിൽ FEG ടാപ്പ് ആയതുകൊണ്ട് അവിടുന്ന് ഒരു അപ്സൈഡ് നിഫ്റ്റി പമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള മാതിരിക്കുണ്ട്. സോ നിഫ്റ്റി എന്തായാലും പമ്പ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ബാങ്ക് നിഫ്റ്റിയും പമ്പാവും. അപ്പോൾ പിന്നെ വെറുതെ നമ്മളൊരു റിസ്ക് എടുക്കേണ്ട എന്നുള്ള ലെവലിൽ നമ്മൾ ആ ഡൗൺ സൈഡത്തെ ലിക്വിഡിറ്റി എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ SL ഒന്ന് കോസ്റ്റിക്ക് ട്രയൽ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഏതായാലും നോക്കാം. ഒന്നല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് അടിക്കും, എല്ലാന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അടിക്കും. ഈ ട്രേഡിൽ ഇനിയിപ്പോൾ നമുക്ക് റിസ്ക് ഒന്നുമില്ല. കാരണം നിഫ്റ്റിയിൽ അങ്ങനെ ഒരു FEG ടാപ്പ് ആയതുകൊണ്ടാണ് നമ്മളിത് ട്രയൽ ചെയ്ത് വെച്ച്. എന്തായാലും നോക്കാം. ഏതായാലും ചിലപ്പോൾ നമ്മളെ കോസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ട്രയൽ ചെയ്ത SL എടുത്തുകൊണ്ട് ടാർഗറ്റ് പോകാനും രണ്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. നമ്മൾ SL ഒന്നും കൂടി ട്രയൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ക്രിയേറ്റ് ചെയ്തുള്ള ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് ഈ ഏരിയയിൽ നിന്ന് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 20 പോയിൻറ്റും കൂടി കോസ്റ്റ് നിന്ന് ട്രയൽ ചെയ്ത് വെച്ചിരിക്കണം. ഇനി അഥവാ റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാമെന്നുള്ള രൂപത്തിൽ ഒന്നും കൂടി ട്രയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും നോക്കാൻ പറ്റും ഈ ട്രേഡ് എങ്ങനെ പോകും. നിയറാണ് ടാർഗറ്റ്. കുറച്ചും കൂടി മൂവ് ചെയ്താൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. പക്ഷേ ഈ ഒരു ട്രേഡ് എന്തായാലും ഡേലോ വരെ പോകാൻ ചാൻസ് ഉള്ള ട്രേഡാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്തായാലും. പക്ഷേ നമ്മൾ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് മേ ബി ഒരു റിവേഴ്സൽ വന്നാൽ പിന്നെ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയി. പിന്നെ നമ്മൾ ഇനി കോസ്റ്റിൽ എക്സിറ്റ് ആവണ്ട എന്നുള്ള ലെവലിലാണ് നമ്മളൊന്നും കൂടി ട്രയൽ ചെയ്ത് വെച്ചത്. ഏതായാലും നോക്കാം നമുക്ക്.
നമ്മൾ ഈ ട്രേഡിൽ നമ്മൾ ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കണം. മാർക്കറ്റ് ഈ ട്രേഡ് ഇനിയും പോകാൻ ചാൻസ് ഉണ്ട്, ഡെലോ വരെ പോകാൻ ചാൻസ് ഉള്ള ട്രേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് 1:5 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ്. സോ അതിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഓവർ പിടിച്ചിരിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ എത്രയാണോ നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് അത് കിട്ടിയാൽ പിന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക. പിന്നെ അതിൽ ഓവർ ഗ്രീഡായിട്ട് ഇരിക്കുന്നത് ശരിയല്ല. നമുക്ക് ഏതായാലും ഈ ട്രേഡ് കഴിഞ്ഞ് ഇനി ഏതെങ്കിലും ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇന്നെടുത്ത ട്രേഡ് കണ്ടല്ലോ, നമുക്ക് ആകെ നമ്മുടെ സിസ്റ്റം പ്രകാരം ആ ഒരു ട്രേഡ് മാത്രമേ വന്നുള്ളൂ. നമുക്ക് ഏകദേശം PNL ചെക്ക് ചെയ്യാം. ഇന്നത്തെ പൊസിഷനിൽ നോക്കിയാൽ കാണാൻ കഴിയും നമ്മൾ ഒരു ട്രേഡ് മാത്രമാണ് ഇന്നെടുത്തത്. 6,000 rupees നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സലിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നോക്കിയാൽ കാണാം ഡേ 95 21 May 6,000 ഇന്നത്തെ പ്രോഫിറ്റ്. ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ നമുക്ക് 2 ട്രേഡാണ് വന്നത്. ഒന്ന് നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത്, ഒന്ന് നമ്മൾ SL ഹിറ്റായി. ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് 6,000 പ്രോഫിറ്റ് അപ്ഡേറ്റ് ചെയ്തതാണ്. സോ ഡേ 95 നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 24,600 രൂപ നെറ്റ് പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഈ ചലഞ്ച് നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം, എങ്ങനെ പോകാമെന്നുള്ളത് നോക്കാം നമുക്ക്. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഈ മുബു മെട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.